എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സോയ കറി ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെ, നാനിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം. നല്ല തിക്ക് ഗ്രേവിയാണ്. അതുപോലെ തന്നെ ഇതിൽ സോയ വന്നിട്ട് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോണ പോലെ അത്രയ്ക്കും സോഫ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, ഒരു ടീ ബാഗ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് നേരം നമുക്ക് സിമ്മിൽ വെക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈ ടീ ബാഗ് എടുത്തു മാറ്റാം. അതിനുശേഷം ഇതിലത്തെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് ഊറ്റിയെടുക്കാം. അതിനുശേഷം 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 2 വലിയ തക്കാളി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, നന്നായി ചൂടാവുമ്പോൾ ജീരകം നന്നായിട്ട് പൊട്ടി വരണം. ജീരകം പൊട്ടി വരുമ്പോൾ 2 സബോള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സബോള നന്നായിട്ട് വഴണ്ട് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കണ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പ്, മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ആംചൂർ പൗഡർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കാം. അപ്പോൾ തക്കാളിയിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയിലെ എണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ മതി, ഇതേപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ക്യാപ്സിക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കണ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് സോയാ സോസ്, മല്ലിയില, ഗരം മസാല ചേർത്തിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സിമ്മിൽ വെക്കാം. മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ
ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കളറ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഇനിയും കൂടും. നന്നായിട്ട് ഇളക്കുക. കുറച്ച് മല്ലിയില. കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തിയുടെ കൂടെ, നാൻ്റെ കൂടെ, ദോശയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.